എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. ഈ ചമ്മന്തി എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിത് അരയ്ക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി, 2 എരിവുള്ള പച്ചമുളകും, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. സവാള എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറോ അരയ്ക്കുന്ന ഏത് ജാറോ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ നിന്നും ഒരു ഉള്ളി ഇതിലേക്ക് ഇപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു ഉള്ളി ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഒന്ന് നൈസായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നല്ല ക്രാണമുള്ള ഇഞ്ചിയായിരുന്നു, അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള ഇഞ്ചിയും ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്ന് നികന്ന് നിൽക്കുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചെടുത്താലും മതി. പച്ചമുളകും ഒരു ചെറിയ ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി നമ്മളൊന്ന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പം തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് കഷ്ണങ്ങളാക്കിയതും ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇടത്തോട്ട് ഒന്ന് കറക്കുക, ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കടുക് വറുക്കുന്നത് നോക്കാം. കടുക് വറക്കാനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി 2-3 എണ്ണം എടുക്കാം വട്ടത്തിലരിഞ്ഞത്. അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എടുക്കാം. കുറച്ചുകൂടെ ലൂസാക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചമ്മന്തി ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. വെള്ള കളറിലുള്ള നല്ല തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഇഞ്ചിയും അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചിട്ടാണ് അതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ്. ഒരുപാട് അങ്ങ് അരച്ചാൽ ആ ടേസ്റ്റ് ഇതുപോലെ കിട്ടില്ല. അപ്പോൾ ചുവന്ന കളറിലുള്ള ചമ്മന്തി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്